കൃപാസനത്തിൻ്റെ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കണം ഇരുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ ഇപ്പം നമ്മൾക്കുള്ള ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് ഹെബ്രായർ 12:1 വചനമുണ്ട്. എന്നാ? നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങള് ഉത്കണ്ഠകള് നമുക്ക് നീക്കിക്കളയാം. അത് വലിയൊരു പോംവഴിയാണ്. ഹെബ്രായർ 12:1 മറന്നു പോരുത്. അത് പറഞ്ഞേ, ഹെബ്രായർ 12:1 12-1 അധ്യായം 1-ാമത്തെ വാക്യം അല്ലേ? എന്താ ഒന്ന് പറഞ്ഞേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങളും ക്ലേശങ്ങളും നമുക്ക് നീക്കിക്കളയാം. അപ്പം മനുഷ്യന് രണ്ട് കാര്യങ്ങളുണ്ടാകും, ഭാരങ്ങളുണ്ടാവും, ക്ലേശങ്ങൾ. ഭാരങ്ങൾ എന്തിനാ ഉണ്ടാകണത്? മനസ്സിന്. ക്ലേശങ്ങൾ ഉണ്ടാകണത് ശരീരത്തിന്. ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് വരും. ഭാരങ്ങളുണ്ടാകുന്നത് എവിടെയാണ്? മനസ്സിന്. ക്ലേശങ്ങളുണ്ടാകണത് ആ രോഗം ഒക്കെ വരുമ്പോൾ ക്ലേശങ്ങളുണ്ടാകും. അപ്പം ഇത് രണ്ടും നീക്കിക്കളയാൻ പറ്റും. ബൈബിൾ എന്താ പറയണത്? മനുഷ്യന് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പം കടങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണത്? ഭാരം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമുക്ക് കല്യാണം ഒത്തുവരണില്ല. അപ്പോൾ നമ്മുടെ വയസ്സ് 10-31 ആയപ്പോൾ നമുക്ക് എന്താണത്? ഭാരമുണ്ടാവും. ജോലി കിട്ടണില്ല, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഭാരം. മനസ്സിനാണ് ഉണ്ടാകണതല്ല അല്ലേ? ഇപ്പോൾ മനുഷ്യന് രണ്ട് കാര്യങ്ങളുണ്ടാവും. എന്താണ്? ഒന്ന് ഭാരമുണ്ടാകും, രണ്ടാമത് ക്ലേശങ്ങളുണ്ടാവും. പക്ഷെ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? ഇത് രണ്ടും വിശ്വാസിക്ക് നീക്കിക്കളയാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് നീക്കിക്കളയാം. എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളതിനാൽ ആദിമസഭയിൽ ഇതുപോലെ ക്ലേശങ്ങളെ അതിജീവിച്ച സാക്ഷികളുണ്ടായിരുന്നു. ഇന്ന് വിശ്വാസം കൊണ്ട് ക്ലേശങ്ങളെ അതിജീവിച്ച സാക്ഷികളാണ് ആരാധനയ്ക്ക് മുമ്പ്, ഈശോ വരും മുമ്പ് നമ്മൾ കേൾക്കുന്നത് ആരെയാണ്? സാക്ഷികളെയാണ്. കൃപാസനത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ ചിന്തിച്ച് ചെയ്യണമല്ല, കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് തോന്നിപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഈശോ വരും മുമ്പ് ആരാ വരണത്? സാക്ഷികൾ വരും. സാക്ഷികൾ 2.5 മണിക്കൂർ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പ്രാർത്ഥിച്ചത് കേട്ടുകൊണ്ടിരിക്കും. എന്താണ്? നാളെ നമുക്കും ആ അനുഭവം കിട്ടാനുള്ളതാണ്. നാളെ നമുക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവ്, എനിക്കും നിന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്കും അനേകം മക്കളുടെ മുമ്പിൽ നിന്റെ സ്നേഹവും നിന്റെ സന്ധിപ്പും വെളിപ്പെടുത്തുവാൻ എന്നെയും സുവിശേഷത്തിന്റെ ഉപകരണമായി മാറ്റണമേ. മക്കളെ, ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇപ്പം നിങ്ങൾ വിചാരിക്കണത് എന്താണ്? എനിക്ക് IELTS കിട്ടണം, അപ്പോൾ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിട്ടുമായിരിക്കും അല്ലേ, കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ സ്വയം ആശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ അത് മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളാണ്. മനുഷ്യൻ്റെ ലക്ഷ്യം വരുമ്പോൾ ഒരു കുതിരയെ പൂട്ടണ പോലെ വരത്തുള്ളൂ. വണ്ടിക്ക് 2 കുതിരയെ പൂട്ടണം. പ്രാർത്ഥനാ വണ്ടിക്ക് 2 കുതിരയെ പൂട്ടണം. എന്താണ്? ഒരു കുതിര മനുഷ്യൻ്റെ ലക്ഷ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. രണ്ടാമത്തെ എന്താണ്? എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയാകണം. അതാണ് രണ്ടാമത്തെ കുതിര. ഒരു വണ്ടിക്ക് 2 കുതിരയൊക്കെയാണ് കെട്ടേണ്ടത്. ചില ആൾക്കാർ 1 കുതിരയെ കെട്ടത്തുള്ളൂ. അതാണ് സ്ലോ ആകേണ്ടത്. വണ്ടി സ്ലോ ആവും അല്ലേ? 1 കുതിരയെ കെട്ടിയാൽ വണ്ടി സ്ലോ ആയിപ്പോവും. 2 കുതിരയെ കെട്ടണം. എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ജോലി കിട്ടണം. ജോലി കിട്ടിയാൽ അനിയനെ പഠിപ്പിക്കാൻ പറ്റും. അതൊരു ലക്ഷ്യമാണ്. അനിയൻ പഠനത്തിൽ വിഷമോ, അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പയ്ക്ക് രോഗമൊക്കെ ആയത് കാരണം അപ്പയ്ക്ക് അനിയനെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല.
അത് കാരണം നമ്മൾ കർത്താവിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ കണ്ണീട്ടിട്ട് പറയണം, എൻ്റെ അനിയനെ പഠിപ്പിക്കണം, അതുകൊണ്ട് എന്നെ എത്രയും വേഗം ജോലി എനിക്ക് തരണമെന്ന് ചേച്ചി പറയുകയാണെങ്കിൽ കാര്യങ്ങൾ കറക്റ്റാണ്. ജെനുവിൻ റീസൺ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് ഫീൽ ചെയ്യണം നിങ്ങൾ പറയണത്. കാര്യം അതാണ് ഈ സ്വാർത്ഥത അവിടെ വന്നപ്പോൾ കുറച്ച് നനയരുത്. നനയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഒരു മനസ്സ്, പരസ്നേഹത്തിൻ്റെ ഒരു കണ്ടൻ്റ് എപ്പോഴും ഉണ്ടാവണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നാമത്തെ എന്താണ്? ഇപ്പം നമ്മൾ ഗലാത്യർ ഒക്കെ വായിക്കുമ്പോൾ 5:22 വായിക്കുമ്പോൾ സ്നേഹമാണ് വരണത് അല്ലേ? സ്നേഹം. വചനമൊക്കെ വായിക്കണത് എന്തിനാണ് നമ്മൾ വായിക്കണത്? ദൈവത്തിൻ്റെ ഒരു സ്വഭാവങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ വചനം. ദൈവത്തിൻ്റെ വാക്ക്, ഇപ്പോൾ ഒരുത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അവൻ്റെ സ്വഭാവം എന്താണെന്ന്, ഇല്ലേ? നമ്മൾ വചനം വായിക്കണത് എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞാൽ ഡീലിങ്സ് എളുപ്പമാകും. ഒരാളെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പം നമ്മൾക്ക് എപ്പോഴും ഈ പരസ്നേഹത്തിന് എപ്പോഴും പ്രാധാന്യം വരണം പ്രാർത്ഥനയിൽ. പിടിയിട്ടില്ലേ? ഇപ്പം നിങ്ങളൊരു കാറ് വാങ്ങിക്കണേ. അപ്പോൾ നിങ്ങൾ കാറ് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടനെ ചിന്തിക്കണം, എന്താ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ആരെയും ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ തന്നെ അടുത്ത വണ്ടിക്ക് കാത്തിരിക്കേണ്ട സമയമില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വണ്ടിക്ക് പോന്നാൽ മതിയല്ലായിരുന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവികമായ കണ്ടൻ്റൊന്നും ഇല്ല. നിങ്ങൾ കാറ് വാങ്ങിക്കണത് നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയണേ, എങ്ങാനും അയൽവാസികൾ ആരെങ്കിലും രാത്രി നെഞ്ചുവേദന വന്നാൽ അതുങ്ങളെപ്പൊക്കെ കൊണ്ടുപോകാമല്ല കർത്താവെന്ന് പറയണമെങ്കിൽ വിവരം മാറും. ഈ വിഷയം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിലാണ് വിഷയം ഇരിക്കുന്നത്. ഇന്നത്തെ സ്വാർത്ഥതയുടെ കണ്ടൻ്റ് എല്ലാം എടുത്ത് കളയണം. എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ്, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം പറയുമ്പോൾ ഉടനെ സ്നേഹം പറയാൻ കാരണം എന്താ? സ്നേഹം, ക്ഷമ, ദയ എന്നൊക്കെ പറഞ്ഞില്ലേ പറയണത്. എന്താ പിന്നെ ദയ ആദ്യം പറയണ്ടേ? അല്ലെങ്കിൽ ക്ഷമ ആദ്യം പറയണ്ടേ? ഇല്ല, സ്നേഹമാണ് ആദ്യം പറയണത്. അപ്പോൾ എന്ത് നിങ്ങൾ ചോദിച്ചാലും ബൈബിൾ പറയും സ്നേഹമായിരിക്കണം അതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ 1 കൊരിന്ത്യർ വായിക്കണില്ലേ? 13:14 വായിക്കണില്ലേ? സ്നേഹമായിരിക്കട്ടെ. 14:1 വായിക്കണം. എന്താണ്? 1 കൊരിന്ത്യർ 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വെക്കുമ്പോഴും നിങ്ങൾ ഡയറ്റേഴ്സ് ആയാലും വസ്തു വാങ്ങിക്കുന്നതായാലും ശരി, പ്രാർത്ഥനയ്ക്ക് വെക്കുമ്പോൾ അതിലെല്ലാം ഈ പരസ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതിയായിട്ട് ക്രമേണ കൺവേർട്ട് ചെയ്യണത്. നിങ്ങൾ എന്ത് കിട്ടിയാലും ഈ ജഡത്തിൻ്റെ കുഴപ്പം എന്തറിയാവോ? ജഡികം എന്നും പറഞ്ഞൊരു ബൈബിള് തിരിക്കും. ജഡത്തിന് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ജഡത്തിൻ്റെ പദാർത്ഥത്തിൻ്റെ ഒരു പ്രതലമുണ്ട്, പിന്നെ അമൂർത്തമായ വേറെ ഒരു പ്രതലമുണ്ട്. ഇപ്പം അമ്മ തന്നെ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ എന്താണ് വിഷയം ആയിട്ട് ഉയർത്തണത്? എന്താ? ഇതെങ്ങനെ ഇപ്പം ലൂക്ക 1:34 അല്ലേ? എങ്ങനെ സംഭവിക്കും? ആ വാക്ക് ഭയങ്കര സീരിയസ് ആണ്. ഹൗ ക്യാൻ ഇറ്റ് ബി എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. പക്ഷേ മലയാളത്തിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് മലയാളമാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. പക്ഷേ മലയാളം എന്താ പറയണത്? ലൂക്ക 1:24 എങ്ങനെ സംഭവിക്കും. ഒരു ദിവസം ഞാൻ ഈ സംഭവിക്കുമെന്നുള്ള വാക്ക് വായിച്ചപ്പോഴേ ഞാനെല്ലാം കർത്താവിൻ്റെ വചനം വളരെ സീരിയസ് ആയി വായിക്കും. എപ്പോഴും പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് കർത്താവിൻ്റെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ സംസാരം നമ്മൾ കർത്താവിനോട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്, സംസാരം കേൾക്കാൻ പോവുകയാണ്. എന്നാൽ കുറച്ച് നേരം ഇനി കർത്താവിനെ കേട്ടിട്ട് കാര്യം എന്ന് വിചാരിച്ച് കർത്താവിനെ കേൾക്കുമ്പോൾ ആ കർത്താവിനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കർത്താവിനോട് ഒരു സ്നേഹം. ഇപ്പോൾ ബൈബിളൊക്കെ നിങ്ങൾ ഉടമ്പടി പ്രകാരം വായിക്കത്തില്ലേ? ഉടമ്പടി പ്രകാരം വായിക്കുമ്പോൾ ഉടമ്പടി ചെയ്തതാണ്, അതുകൊണ്ട് ഈ സംഭവം കുറച്ച് നേരം വായിക്കണം. അങ്ങനെ വായിച്ചാൽ പോയി. നിങ്ങൾ കർത്താവിനെ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ വേണ്ടത്? വർത്തമാനം ഒരു മനുഷ്യൻ്റെ കേൾക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ആ വ്യക്തിയോടുള്ള സ്നേഹമാണ് പ്രധാനപ്പെട്ടത്, ഇല്ലേ? ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നീ മനസ്സിനോട് ചോദിക്കണം,
കർത്താവിൻ്റെ വർത്തമാനം ഞാൻ കേൾക്കാൻ പോവുകയാണ്, കർത്താവ് പറയണത് ഞാൻ കേൾക്കാൻ പോവുകയാണ്. ഇത്രയും കേൾക്കാനുള്ള സ്നേഹം എനിക്ക് കർത്താവിനോടുണ്ടോ എന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, വചനം വായിക്കുമ്പോഴേ അങ്ങയുടെ വർത്തമാനം കേൾക്കുമ്പോഴേ കേൾക്കാനുള്ള സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഉമിനീരാണ് നമ്മളുടെ ആഹാരത്തെ ദഹിക്കാൻ സഹായിക്കണതെല്ലാം അല്ലേ? അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഉമിനീരാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ദൈവസ്നേഹം എപ്പോഴും വർക്കൗട്ട് ചെയ്യണത് ഈ പരസ്നേഹം കൂടുന്നതനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഇക്വിലിബ്രിയമാണത്. പരസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവസ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരസ്നേഹം കൂട്ടാൻ നോക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കും പിന്നെ അവർ നമുക്ക് പാര വെച്ച ആൾക്കാരാണ്, അവർ നമുക്ക് സൂചി വെച്ച ആൾക്കാരാണ്, ഇവനെയൊക്കെ സ്നേഹിച്ചിട്ട് വലിയ പുണ്യമൊന്നും വേണ്ടെന്ന് മനസ്സിൽ പറയുമായിരിക്കും ഇല്ലേ? അത് നെഗറ്റീവായിട്ട് മനസ്സ് പറയുമ്പോഴും അപ്പം നമുക്ക് മാതൃകയായിട്ട് വരുന്നത് ആരാണ്? ഈശോ. ശത്രുക്കളെപ്പോലും സ്നേഹിച്ച ഈശോൻ്റെ അടുത്താണ് നമ്മൾ പെറ്റീഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ ശത്രുവിനെ സ്നേഹിക്കുന്നതിന് പോയിൻ്റ് കൂടുതലാണ്. നിൻ്റെ അപ്പനെ സ്നേഹിക്കുന്നതിന് 2 പോയിൻ്റേ ഉള്ളെന്ന് വിചാരിച്ചോ? നിൻ്റെ അപ്പനെ സ്നേഹിക്കുന്നതിന് 2 പോയിൻ്റേ ഉള്ളൂ. കാരണം അപ്പനല്ലേ, സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അയൽവാസിയെ സ്നേഹിക്കണമെങ്കിൽ ചിലപ്പോൾ 2-3 പോയിൻ്റ് ഉണ്ടാവും. എന്താ കാര്യം? അയൽവാസിയോട് പിന്നെ ഒരു ബന്ധമില്ല, നിനക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ പ്രളയത്തിൻ്റെ സമയത്ത് പോലും വെള്ളം നമ്മുടെ വാതിക്കൽ കൂടി ഒഴുകിയ വെള്ളം അവർ വിടാതെ തടുത്ത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ഇവനെ സ്നേഹിച്ചാലുള്ള പണിയും തരിക്കും ഇല്ലേ? പക്ഷേ എന്നിട്ടും നമ്മൾ അയൽവാസിയെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ നമുക്ക് പാരേ സൂചിയും വെക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ നമ്മൾ അവരെ സ്നേഹിക്കും. എന്തടിസ്ഥാനത്തിൽ? കർത്താവിൻ്റെ വചനത്തിൻ്റെ ഈശോ പറഞ്ഞത് കാരണം. അപ്പോൾ അതിനെന്ത് പറ്റും? ഈശോ പറഞ്ഞത് കാരണമായത് കാരണം 1 പോയിൻ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ശത്രുവിനെയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ 4 പോയിൻ്റ് കിട്ടും. ഈ പോയിൻ്റ് അത് കാരണം കുരിശ് കിടന്നപ്പോൾ ഈശോയ്ക്ക് ഇതിൻ്റെ ടെക്നിക്സ് അറിയാമായിരുന്നു. പിതാവിൻ്റെ മനസ്സിലുള്ള ഞാനും പിതാവ് ഒന്നാകുന്നു, പീലിപ്പോസ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ പിതാവിൻ്റെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഈശോയ്ക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും, പ്രത്യേകിച്ച് വല്ലാത്ത ഒരവസ്ഥയിലാണ് കുരിശിൽ ഇങ്ങനെ നിലവിട്ട് ഈശോ കിടക്കുന്നത്. അപ്പോഴും ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രേഡ് കൂടുതലാണ്. അപ്പോൾ നിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രേഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് ക്രിസ്ത്യാനിറ്റിയാണ്. ഇതിൻ്റെ ഒരവസ്ഥ അറിയാമല്ലോ. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ പട്ടിക്ക് എത്ര കൊല്ലമാണ് പ്രായം? മാക്സിമം 15 കൊല്ലം കഴിയുമ്പോൾ പട്ടി മരിക്കും. നിങ്ങൾ 25,000 രൂപയ്ക്ക് മേടിച്ച അൽസേഷ്യൻ ആയാലും ലാബ്രഡോറായാലും ഷെപ്പേഡായാലും 1,50,000 രൂപയ്ക്കൊക്കെ പട്ടിക്കുഞ്ഞിന് വിലയുണ്ട്. പക്ഷേ എന്തായാലും 15 കൊല്ലം കഴിയുമ്പോൾ ഈ സംഭവം ചത്തുപോകും. കുതിരയാണെങ്കിൽ 40 കൊല്ലം കഴിയുമ്പോൾ ഈ സംഭവം ചത്തുപോകും. ആ പാട് 2 മണിക്കൂറാണ് സാധനം ഉറങ്ങണത് പല ഘട്ടമായിട്ട്. ഓരോ ജീവികൾ ഓരോ പ്രത്യേക. ആനയാണെങ്കിൽ ഇവന് 1,00,000 രൂപ വിലയുണ്ട് ആനയ്ക്ക്, പക്ഷേ 80 കൊല്ലം മാക്സിമം, അത് കഴിയുമ്പോൾ ചത്തുപോകും. അപ്പോൾ ഒരാനക്കുഞ്ഞാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാനയുടെ കുഞ്ഞ് വളർന്നാൽ മാക്സിമം എത്ര കൊല്ലം വരെ വളരും? 80 വർഷം. നമ്മൾ 80 വർഷം വരെ വളർന്നാൽ മതിയെങ്കിൽ നമ്മൾ ആനക്കുഞ്ഞുങ്ങളാണ്. അല്ല, നമ്മൾ ആരുടെ കുഞ്ഞുങ്ങളാണ്? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മുടെ അവകാശം എന്താണ്? ദൈവത്തിൻ്റെ ആയുസ് വരെ നമുക്ക് ആയുസ്സിന് അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആയുസ് വരെ എന്ന് പറയുമ്പോൾ നിത്യതയാണ്. ഈ ദൈവത്തിൻ്റെ ആയുസ് നമ്മളെ ആത്മാവ് സർവീസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണല്ലോ ഈശോ പരിഹാരം ചെയ്തത്, അത് റിട്ടാലിയേറ്റ് ചെയ്തത്.
അതുകൊണ്ടാണല്ലോ ഈശോയുടെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടിയിട്ട് ദൈവത്തിൻ്റെ ആയുസ് വരെ നമ്മൾ വരണത്. അപ്പോൾ പല കോംപ്രമൈസിനും നമ്മൾ തയ്യാറാകണത് എന്താണ്? ദൈവത്തിൻ്റെ ആയുസ്സിന് വേണ്ടിയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ക്ഷമിക്കാനോ അല്ലെങ്കിൽ പൊറുക്കാനോ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് ക്ഷമിക്കും. ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ പേരിൽ. എന്തിനാണ്? ആയുസിൻ്റെ പ്രശ്നമാണ്. കർത്താവ് നേടിയെടുത്ത ആയുസ് നമുക്ക് അവകാശമാക്കുന്നത് കർത്താവിൻ്റെ വാക്ക് പാലിക്കുന്നതിലൂടെയാണ്. മനസ്സിലായില്ലേ? കർത്താവ് ആയുസ് നേടിയെടുത്തു, പക്ഷെ അത് നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ്? നമ്മളതിന് പേയ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ എഡ്വേർഡ് ജനറൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗോവസ്തൂരി പ്രയോഗം? പണ്ട് വസ്തൂരി എന്നും പറഞ്ഞ രോഗം ഉണ്ടായിരുന്നില്ല, അതിന് മരുന്നുണ്ട്. അപ്പോഴാ മരുന്ന് കിട്ടിയപ്പോഴാണ് ഈ വസൂരി രോഗം ലോകത്ത് തന്നെ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇടയ്ക്ക് രണ്ടാമോ അന്നെന്ന് പറഞ്ഞ് ഇടയ്ക്ക് പിന്നെ അത് പോയി, സബ്സൈഡായി. കാര്യം അതിന് മരുന്നുണ്ട് ഓൾറെഡി. പേപ്പട്ടി വിഷത്തിനും മരുന്ന്. എത്രയോ പേരാണ് പേപ്പട്ടി കടിച്ച് മരിച്ചത്. ലൂയിസ് പാസ്റ്റർ സംഭവം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മരുന്നുണ്ട്. അതിന് മരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. നമ്മളെ പേപ്പട്ടി കടിച്ചാൽ നമ്മളാ ഇഞ്ചക്ഷൻ പേയ്മെൻറ്റ് നടത്തണം, അത് വാങ്ങിക്കണം. അല്ലെങ്കിൽ വിദഗ്ധനായ ഫിഷഗറിനെ കൊണ്ട് നമ്മളത് ഇഞ്ചക്ട് ചെയ്യിക്കണം, പേയ്മെൻ്റ് ഉണ്ട്. കർത്താവ് നിത്യരക്ഷ വീണ്ടെടുത്തു, പക്ഷേ വി ഹാവ് ടു പേ ഇറ്റ്. കണ്ടുപിടിച്ചാണ് രക്ഷ. കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തതോടുകൂടി രക്ഷ എന്നുള്ള സാധ്യത വന്നു, പക്ഷേ അവനവൻ പേ ചെയ്യണം. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മളെ കർത്താവിന് വാക്ക് പാലിക്കുന്നതനുസരിച്ചാണ് പേയ്മെൻറ്റ് വരുന്നത്. നമ്മളെന്താ പറയണത്? നമ്മൾ ശത്രുവിനോട് ക്ഷമിക്കും, അത് പേയ്മെൻറ്റാണ്. നമ്മളതിൻ്റെ വില കൊടുക്കുകയാണ്. കർത്താവ് നേടിയെടുത്ത രക്ഷ നമുക്ക് ലഭിക്കാൻ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത എല്ലാം പേയ്മെൻറ്റാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നില്ലേ, അത് കൂട്ടിൽ വെക്കാനുള്ള ഫലങ്ങളല്ല. അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നേടിയെടുത്ത രക്ഷ നമ്മൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള പേയ്മെൻറ്റാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതുകൊണ്ട് പേയ്മെൻറ്റ് 10 പൈസ ഉണ്ടാക്കാൻ നോക്കണം. ഗലാത്യർ 5:22 എന്താ പറയണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഇതെല്ലാം ഡോളറും റുപ്പിയയുമാണ്. ഇതെല്ലാം യൂറോ പോലുള്ള പരിപാടിയാണ്. ഇത് കൊടുത്താണ് നമ്മൾ നിത്യരക്ഷ, കർത്താവ് നേടിയ രക്ഷ നമ്മളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം? ഇത് കൊടുക്കാനുള്ള നമ്മൾ റിച്ചാകണം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് ഈശോ പറഞ്ഞില്ലേ? ശരീരത്തിൻ്റെ പണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് പണം തന്നെയാണ്. ആത്മാവിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ലുക്ക 12:21 അനുസരിച്ച് കൊണ്ട് ദൈവതിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ദൈവതിരുസന്നിധിയിൽ എങ്ങനെ സമ്പന്നനാകും? ദൈവതിരുസന്നിധി സമ്പന്നനാകണത് കർത്താവ് നേടിയെടുത്ത കൃപ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പർച്ചേസിങ് കപ്പാസിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ്. ഈ പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അത് സ്നേഹമാണ്, ആനന്ദമാണ്, ക്ഷമയാണ്, നന്മയാണ്, വിശ്വസ്തതയാണ്, ആത്മസംയമനമാണ്. അങ്ങനെയാണ് നവീകരണം സംഭവിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴേ ഹൃദയശാന്തതയും വിനയമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ എന്ന് പണ്ട് ഹൃദയ പ്രതിഷ്ഠയ്ക്ക് പ്രാർത്ഥനയില്ലായിരുന്നു. നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചു തന്ന പ്രാർത്ഥനയാണ്. എന്താണ്? വിനയം. അതിൻ്റെ എതിരെന്താ വരുന്നത്? അഹങ്കാരം വരും അല്ലേ? വിനയത്തിൻ്റെ എതിരെന്താ? അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വിനയം വരുന്നത്. വിനയം വരുമ്പോൾ സ്വാഭാവികമായി ഈശോൻ്റെ
പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു നേച്ചറാണത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഫീഡാകാതിരിക്കാനും മാക്സിമം പവറിൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ പോളിയോയുടെ മരുന്നൊക്കെ കൊണ്ടുപോയി നമ്മൾ എവിടെയാണ് വെക്കണത്? ഫ്രിഡ്ജിലാണ് വെക്കണത്, ഇല്ലേ? ചില മരുന്ന് എഴുതി വെച്ചിട്ടില്ലേ? മരുന്ന് എഴുതി കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്ന്, അധികം സൂര്യപ്രകാശമില്ലാത്ത തണുത്ത സ്ഥലത്ത് വെക്കണമെന്ന്. കാര്യം എന്താണ്? അതിൻ്റെ മോളിക്കൂളിൻ്റെ ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് പവർ കുറയും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പവർ കുറയാതിരിക്കാൻ വേണ്ടിയാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. വിനയത്തിൽ സൂക്ഷിക്കാൻ പറയും. അഹങ്കാരം വന്നു കഴിയുമ്പോൾ വെളിച്ചം കയറും. എന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, പരിശുദ്ധാത്മാവ് നിലനിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ആധ്യാത്മിക കാലാവസ്ഥയിലെ എന്നെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തോടെ സ്നേഹത്തോടെ പാടുക. ബെൻഡ് ചെയ്ത് വന്നു. ഇപ്പോഴും സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൂടുമ്പോൾ ദൈവം നമ്മളിലേക്കും നമ്മുടെ ജീവിത അവസ്ഥകളിലേക്കും ചാഞ്ഞു വരും. അപ്പം കർത്താവിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ ചാഞ്ഞു വരുമ്പോൾ സംഭവിക്കണത് എന്താണ്? ഒരു ആകർഷണമാണ്. നമ്മൾ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് ബൈബിൾ പറയുന്നൊരു വിഷയമാണ്. അത് നമ്മളെ അതുപോലെ തന്നെ ഒന്നാണ് ദൈവം നമ്മളിലേക്ക് ആകർഷിച്ചു വരും. അതിനാണ് ചാഞ്ഞു വരണമെന്ന് പറയണത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് നമ്മളിലേക്ക് ദൈവം ചാഞ്ഞു വരണത്. ഇപ്പം നീ പഴയ കണ്ടത്തടിക്ക് മുണ്ടത്തടി ഒറ്റടി ചത്താലും ചത്തില്ലേലും 3 മണിക്ക് അടക്കം ഒന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ? ചാഞ്ഞു വരത്തില്ല. പിശാച് ചാഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കളെ, ഇത് കർത്താവിൻ്റെ വഴികളാണിത്. നമ്മളിത് ലോകത്തിൻ്റെ വഴികൾ പോലെ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ചിട്ട് പൗലോസിനെ പോലുള്ളവർ പറയും, ഇതൊക്കെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്കും ആണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവേണ്ടത്. അല്ലാത്തവർക്കിത് ജഡിയന്മാർക്കിത് കർത്താവിൻ്റെ വചനങ്ങൾ മനസ്സിലാവത്തില്ല. അങ്ങനെ വിഷയമുണ്ട്. ജഡം എപ്പോഴും, ഇപ്പോൾ അമ്മ തന്നെ എന്താ നേരത്തെ നമ്മൾ കണ്ടത്? ഇതെങ്ങനെ ലൂക്ക 1:34 ഇതെങ്ങനെ സംഭവിക്കും? എന്താ കാര്യം? അതിൻ്റെ മെറ്റീരിയൽ പ്രീറിക്വിസിറ്റ് സാറ്റിസ്ഫൈ ചെയ്യണില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ഒരു പദാർത്ഥത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. ബൈബിളിൽ എപ്പോഴും ഇപ്പോൾ ഒരു സംഭവം അമ്മയുടെ വർത്തമാനം എന്താ? ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഈവൻറ്റ് ഹാപ്പൻ ചെയ്യണം. ഒരു കാര്യം സംഭവിക്കണം. അതിനെന്ത് വേണം? 2 കണ്ടൻറ്റുകളുണ്ട് അതിൻ്റെ അകത്ത്. എന്താണ്? ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടൻ്റ് ഉണ്ട്, ഒരു മെറ്റീരിയൽ കണ്ടൻ്റ് ഉണ്ട്. ഇതിന് രണ്ടിനും സമാധാനം പറഞ്ഞ അമ്മ തന്നെയാണ് ബൈബിളിലെ. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും അമ്മ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു പോകും എനിക്ക്. ഇപ്പം എന്നാ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അതിനൊരു മെറ്റീരിയൽ കണ്ടൻ്റ് ഉണ്ട് അതിനെ. കാര്യം ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെ ഒരുമിച്ചുള്ള സഹകരണം വേണം. അതാണ് എൻ്റെ പദാർത്ഥ മാത്രമായ കണ്ടൻ്റ്. അപ്പോൾ ഒരു സംഭവം നടക്കണമെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവം, ജോലി ആയാലും ശരി, വീട് വാങ്ങിക്കുന്നതായാലും ശരി, കടം മാറ്റണതായാലും ശരി, കടം ഇളവ് കിട്ടണതായാലും ശരി, രോഗം സുഖപ്പെടുന്നതായാലും ശരി, ഒരു പദാർത്ഥ മാത്രമായ ഏജൻ്റ് ഉണ്ട് അവിടെ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ ഈ പദാർത്ഥ മാത്രമായ ഏജൻ്റ് ചില സമയത്ത് വീക്കാകാം, ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നിർബന്ധമില്ല, കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. മെറ്റീരിയൽ കണ്ടൻറ്റിൽ നമ്മൾ ചില സമയത്ത് പാപ്പരാകാം. ഇപ്പോൾ സ്ഥലം മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വഴി നടക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ കാശില്ല. ഇതെങ്ങനെ ഞാൻ പടമ്പ മേടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കാതെ എനിക്ക് എൻ്റെ നാളെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ശവം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ മേടിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ
കാശില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ആ കക്ഷികൾ നമ്മളെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി പെട്ടവരൊക്കെ നമ്മുടെ സ്ഥലം ചൂണ്ടിയെടുക്കാൻ വേണ്ടി അവർ ആ സ്ഥലം തരാൻ ഉദ്ദേശിക്കണില്ല. ചില ആൾക്കാരുണ്ടല്ല, സ്ഥലം തരത്തില്ല. അതിലെ വഴി നമുക്കുള്ളതെന്നറിയാം. നമുക്ക് വഴി തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പൊറുക്കും. തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടവരൊക്കെ അവർക്ക് കൊടുത്തിട്ട് നമ്മളവിടെ നാടുവിട്ട് പോകും, വഴി കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് അമ്മ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ അച്ഛനിപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു സ്ഥലം നമ്മൾ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നാട്ടുകാർ വേറെ ആരുടെയെങ്കിലും വഴി കൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. എന്താണ്? ഒന്ന്, നമുക്ക് പണം ഉണ്ടാക്കി അവർക്ക് പണം കൊടുക്കണം. പക്ഷേ അവർ പറയണത് എന്താണ്? ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പെട്ടവരൊക്കെ തന്നിട്ട് നാട് വിട്ട് പോയിക്കൊള്ളാൻ പറയും. അതെ, പദാർത്ഥം മാത്രം ഒരു വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ പിന്നീട് ഉന്നയിക്കുന്നതെല്ലാം തടസ്സവാദം, പദാർത്ഥമാത്രമായ തടസ്സവാദങ്ങളാണ്. അത് ഒരു സംഭവം നടക്കുന്നതിനുള്ള പദാർത്ഥപരമായിട്ടുള്ള പ്രതലങ്ങളാണ്. അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് അമ്മ ചോദിക്കുന്നത്. നമുക്ക് വേണ്ടി ചോദിച്ചതാണ്. അപ്പോഴേ അതിന് മറുപടിയുണ്ട്. എന്താ മറുപടി പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഇപ്പം പദാർത്ഥമാത്രമായ വിഷയം. ഇപ്പം ചിലർ പറയും, കഴിഞ്ഞ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം കിടപ്പുണ്ടായിരുന്നു, ഒരു നേഴ്സിൻ്റെ സാക്ഷ്യം. കാര്യം പൊട്ട പരീക്ഷ എഴുതി കുളവാക്കിയിരിക്കുകയും. അപ്പോൾ കൂട്ടുകാരൻ ബോംബെയിലോട്ട് വിളിച്ച് പറഞ്ഞ് റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പറഞ്ഞാ പോടാ, ഞാനിപ്പോൾ ഒരു രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വന്നോ? അയ്യോ നീ നോക്കിയാന്ന് ചോദിച്ചില്ല, ആ പരീക്ഷ പൊട്ടയാണ്, എഴുതി കുളവാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരനൊക്കെ എന്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ പറയണത്, എടാ ഞാനൊരു രോഗീനെ ഇപ്പോഴേ നോക്കിക്കൊണ്ട്. അസത്യമായ കാര്യമാണ്. കാര്യം എന്താണ്? ആ പരീക്ഷ റിസൾട്ട് കേട്ടിട്ടും വലിയ കാര്യമില്ല. കാര്യം എങ്ങനെ സംഭവിക്കും? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടില്ല, പരീക്ഷ നാശകോടാലിയായിപ്പോയി. എൻ്റെ മെറ്റീരിയൽ വശമാണ്. നമ്മൾക്ക് എഴുതാനുള്ള നമ്മൾ എഴുതിയിട്ടില്ല, പല ക്വസ്റ്റ്യൻസും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തോക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇനി എങ്ങനെ ജയിക്കും? ഞാൻ നന്നായി പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ, അതാണർത്ഥം. എൻ്റെ മെറ്റീരിയൽ തല ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു വിഷയം പരീക്ഷ എന്ന് പറയും. പക്ഷേ അവൻ രോഗിയെ നോക്കിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ അവന് തോന്നി ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കിടക്കുന്നു, ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടില്ല, പരീക്ഷ ഞാൻ പൊട്ടയായിരുന്നു, പക്ഷെ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇനി അമ്മ പരിശുദ്ധ അമ്മ വല്ലതും ചെയ്തെങ്കിൽ ചെയ്തതാണ്. പക്ഷെ രോഗി നോക്കിക്കഴിഞ്ഞ് അവൻ റിസൾട്ട് നോക്കിയപ്പോൾ അമ്മ അവനെ ജയിപ്പിച്ചിരിക്കുന്നു. കൈയടിച്ച് കിടത്താൻ അതാണ് എൻ്റെ മക്കളോട് ഞാൻ ഇടയ്ക്ക് സമയത്ത് ഭയങ്കര ചിലരൊക്കെ ചെയ്തിട്ട് കാർക്കശ്യം കാണിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ പേപ്പർ നോക്കണത് ഉടമ്പടി. ഇപ്പം നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ പേപ്പറാണ് എടുത്ത് നോക്കണത്. പേപ്പർ നോക്കിയിട്ട് പുതുക്കിയിട്ടുണ്ടെന്ന് നോക്കും, പുതുക്കിയിട്ടില്ലെങ്കിൽ തിരിച്ചു തരും. എന്താ? നിങ്ങളുടെ വഴക്കുണ്ടായിട്ടല്ല, കാരണം നിങ്ങൾ ആളുമായിട്ട് ഉടമ്പടി, ആളിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളത് ആ ഭാഗം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പണി എളുപ്പമാകും. നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയല്ലേ. അപ്പം നിങ്ങളതിനകത്ത് സത്യസന്ധമായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് റിസ്ക് ഇല്ല. പിന്നെ കാര്യം എന്താ? നമ്മൾ ചെയ്യാനുള്ള ചെയ്തു, പഠിക്കാനുള്ള പഠിച്ചു, എഴുതാനുള്ളതൊക്കെ എഴുതി, നമ്മളെ പറ്റണ പോലെ എല്ലാം നമ്മൾ ചെയ്തു. പിന്നെ എന്താ ബാക്കി? എന്താ കാര്യം? പിന്നെ അമ്മയാണ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ള സാഹചര്യം നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യണം. തന്നെയല്ല, ദൈവത്തെ എപ്പോഴും വിശ്വാസത്തിലെടുക്കണം മക്കളെ. അത് എന്തെല്ലാം സംഭവിച്ചാൽ തിരികെ പോകരുത്. ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ എബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, ഞാനല്ല പഠിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പഠിച്ചതാണ്. എനിക്ക് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് പൗലോസ് പറയണത് കറക്റ്റാണ്. എന്താ? അതായത് തിരിച്ചു പോകാൻ, താൻ വിട്ടിറങ്ങി പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവസരമുണ്ടായിരുന്നെന്ന്. ഷോ, എന്നാ ഈ പൗലോസ് എന്നാ സംഭവമാണ്. നമ്മൾ ഹെബ്രായർ 11:15 താൻ വിട്ടിട്ട് പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ?
നമ്മൾ വിട്ടുപോകുന്ന ചിലപ്പോൾ പഴയ ജീവിതമായിരിക്കും. ചില വെള്ളമടിക്കാരുണ്ടാകും, ചിലപ്പോൾ ആൾക്കാരുടെ കഴുത്തേക്കാറുന്ന ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ പല ചുറ്റിക്കളിയുള്ള ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ വൈരാഗ്യവും പൗശന്യവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും പറ്റിപ്പും അമിത പലിശയും അങ്ങനെ ജഡത്തിൻ്റെ എല്ലാ മോഹങ്ങളും ദുർമോഹങ്ങളും ഉള്ള ആൾക്കാരാകാം. അതെല്ലാം വിട്ടുപോകുന്ന ആളാണ്. വിഗ്രഹ ആരാധന വരെ വിട്ടുപോകുന്ന ആളാണ് എബ്രഹാം. അതാണ് 11 ഹെബ്രായർ 11:15. താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് തിരികെ പോരണമെന്ന് എബ്രഹാം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകുമായിരുന്നെന്ന്. ഏതാണ് അവസരം? സൊദോം ഗൊമോറയിൽ തീയിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ എബ്രഹാം കൂടാരത്തിൽ താമസിക്കുക. എങ്ങാനും ഒരു കഷ്ണം തീ കൂടാരത്തിൽ വീണാന്ന് ഒത്തുപോകാൻ സംഭവം. ഇപ്പം നമ്മൾ സൊദോം ഗൊമോറയുടെ കഥ വായിക്കണില്ലേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ? അപ്പോൾ സൊദോം ഗൊമോറയുടെ ഭാഗമുള്ള സ്ഥലത്താണ് എബ്രഹാം താമസിക്കുന്നത്. അതിൻ്റെ അകത്തല്ലെന്ന് മാത്രമേ ഉള്ളൂ. ലോത്ത് മാത്രമേ സൊദോം ഗൊമോറയിൽ താമസിക്കുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ സമീപ പ്രദേശത്താണ് എബ്രഹാം താമസിക്കുന്നത്. ആ പ്രദേശം ദൈവം ചുട്ടുകളയാൻ പോകണമെന്ന് പറയുമ്പോൾ എബ്രഹാത്തിന് വേണമെങ്കിൽ ഈ നാടിന് എന്ത് കാര്യം. എബ്രഹാം രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ കണ്ട് താനുമായിട്ട് കരുവേലൊക്കെ മമ്പര താഴ്വരയിൽ എബ്രഹാം ദൈവത്തോട് സംസാരിച്ച സ്ഥലത്തേക്ക് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ പുക ഉയരണ കാണുന്നുണ്ട്. തീച്ചുള എന്ന പോലെ പുക ഉയരണം. ദാറ്റ് മീൻസ് എബ്രഹാത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സൊദോം ഗൊമോറ. കാണാവുന്ന സ്ഥലത്താണെന്നർത്ഥം. അവിടെ തീയും എന്തെങ്കിലും ഇറക്കാൻ പോകണമെന്ന് എബ്രഹാത്തിന് അറിയാമെങ്കിൽ എബ്രഹാം എന്താ ചെയ്യേണ്ടത്? കൂടാരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അയാൾക്ക് അങ്ങേർക്ക് നല്ല തറവാടുണ്ടായിരുന്നതാണ്, നല്ല ഉറപ്പുള്ള വീടുണ്ടായിരുന്ന ആളാണ്. ഇറാഖിൽ അദ്ദേഹത്തിന് നല്ല സുന്ദരമായ കെട്ടുറപ്പുള്ള തറവാടുണ്ടായിരുന്ന മനുഷ്യനാണ്. ഈ സ്ഥലം തീയും ഗന്ധവും ദൈവത്തിൻ്റെ ശാപമാണപ്പെട്ട് സ്ഥലമാണെന്ന് ആദ്യം അറിഞ്ഞത് എബ്രഹാമാണ്. അങ്ങനെയാണെങ്കിൽ എബ്രഹാത്തിന് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് പറയണത്. തിരിച്ചു പോകാൻ, താൻ വിട്ടുപോയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആ പാപത്തിന് സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവസരങ്ങളുണ്ടായിരുന്നെന്ന്. എന്തവസരങ്ങളുണ്ടായെന്നാണ് പറയണത്? ജീവിതത്തിന് പരാജയങ്ങൾ, ജീവിതത്തിൽ ദുർഘടങ്ങൾ, അതുപോലെ ജീവിതത്തിൽ ഇതുപോലെ രോഗങ്ങൾ, ഇതെല്ലാം എന്താണ്? തിരിച്ചു പോകാനുള്ള അവസരമാണ്. നമ്മുടെ പഴയ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ചെയ്തിട്ട് പോലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, എൻ്റെ കടങ്ങൾ പരിഹരിക്കണില്ല, ബാങ്കുകാരൻ ഇപ്പോഴും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തിരിച്ചു പോകാനുള്ള അവസരമാണ്. എബ്രഹാം താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക്, പാപത്തിൻ്റെ പഴയ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങളായിട്ട് പരാജയങ്ങൾ വരുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ് എന്താണ് അവൻ മുന്നോട്ടാണ് പോയതെന്ന്. താൻ പ്രാപിച്ചില്ലെങ്കിൽ പോലും അകലങ്ങൾ കണ്ട ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് അവന് ലഭിക്കാതിരിക്കുന്ന നന്മയോർത്തുകൊണ്ട് എബ്രഹാം അഭിവാദനം ചെയ്ത പോലെ ദൈവ പൈതലെ നമ്മൾ പരാജയപ്പെട്ടാലും കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ ഓർത്തുകൊണ്ട് അഭിവാദനം ചെയ്യും. സ്തുതിയുടെ ഹല്ലേലൂയ. മാത്രമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അത് പരിഹരിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ ദൈവത്തിന് പകരം നമുക്ക് നൽകുന്ന പ്രൊവിഷൻ എന്താണ്? കർത്താവിൻ്റെ ഇടപെടലാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് മുന്നോട്ട് പോകാൻ ഉള്ള സാമ്പത്തിക സ്ഥിതിയോ ശാരീരിക സ്ഥിതിയോ ബുദ്ധിയോ വൈഭവമോ ഓർമ്മശക്തി പോലും ഇല്ലല്ലോ പറയുമ്പോൾ അതിനുള്ള വചനം എന്താണ്? ഈ മെറിറ്റൽ ഇൻ്റർവെൻഷൻ. പദാർത്ഥം പരാജയപ്പെടുമ്പോൾ അതിന് അമ്മയോട് പറഞ്ഞ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതെ, പദാർത്ഥത്തിൻ്റെ അപ്പുറത്തേക്ക്, ജഡത്തിൻ്റെ അപ്പുറത്തേക്ക്, ഭൗതികയുടെ അപ്പുറത്തേക്ക്, യുക്തിയുടെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും. വി വിൽ ഹോപ്പ് ഇറ്റ്. കൈയിടിച്ച് കർത്താവിന് ആവശ്യങ്ങളുണ്ട്. ഒന്ന് മെറ്റീരിയൽ കണ്ടൻ്റാണ്, പദാർത്ഥമാത്രമായിട്ടുള്ള അതിൻ്റെ പ്രതലം. രണ്ടാമത്തേത് എന്താണ്? മെറ്റീരിയൽ കണ്ടൻ്റാണ്. അവർക്ക് വീഞ്ഞില്ലെന്ന് അതും പറയണത് ആരാണ്? അമ്മയാണ് പറയണത്. യോഹന്നാൻ 2:3 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയത്തില്ലേ? അപ്പോൾ ഈശോ എന്നാ പറയണത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അതെന്താണ്? സമയമെന്ന് പറയുന്നത് എന്താണ്? മെറ്റാഫിസിക്കൽ സബ്ജക്റ്റാണത്.
അതീത ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ടൈം, മെഷർമെൻറ്റ് ഓഫ് മൂമെൻറ്റ്സ്. എന്താ സമയം എന്ന് പറയണത്? ചലനങ്ങളുടെ ഏകകമാണത്. എൻ്റെ സമയം ഇനി ആഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പദാർത്ഥമല്ല, സമയം ഒരു ഇമ്മീഡിയറ്റ് സബ്ജക്റ്റാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം? സ്ഥലവും വേണം, സമയവും വേണം. സ്ഥലം പദാർത്ഥമാണ്, മെറ്റീരിയലാണ്. സമയം ഇമ്മെറ്റീരിയലാണ്. ഇത് രണ്ടിൻ്റെ ഉത്തരം എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നുള്ളത് തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ലുക്ക 1:35. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലോ എന്ന് പറയുമ്പോൾ സമയത്തിനെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ. കർത്താവിൻ്റെ വചനം അടിച്ച് പാലിക്കാൻ പറയുമ്പോൾ, വചനം പാലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടുന്നതാണ്. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. ഇത് രണ്ടും, ഒരു സംഭവം നടക്കേണ്ട പദാർത്ഥത്തിൻ്റെ പ്രതലവും ഒരു സംഭവം നടക്കേണ്ട ഇമ്മെറ്റീരിയൽ കോൺസെപ്റ്റും, പദാർത്ഥ അതീതമായിട്ടുള്ള പ്രതലവും, അതിനെ അതിജീവിക്കാനുള്ള ദൈവിക പോം വഴികൾ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? ലുക്ക 1:34 യോഹന്നാൻ 2:3-5 അമ്മ ഒരു സംഭവമാണ്. നമുക്ക് വ്യാകുല മാതാവ്, വിമല ഹൃദയം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആത്മീയ പുണ്യത്തിനുള്ള സ്വാഭാവികമായിട്ടുള്ള കുറച്ച് അറിവുകളെ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോഴെന്നാ സംഭവിച്ചിരിക്കണത്? ഒരു മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ എല്ലാ പ്രതിസന്ധിക്കും അമ്മയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പോംവഴി. കൈയടിച്ച് കർത്താണ് സംഭവം നടക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തിൻ്റെ പരിമിതികളെയും സമയത്തിൻ്റെ പരിമിതികളെയും അതിലംഘിക്കാനുള്ള സ്വർഗത്തിൻ്റെ സൂത്രവാക്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെയാണ് മനുഷ്യരാശി കൈമാറിയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഉടമ്പടി പുസ്തകം. ഉടമ്പടി അതിലേക്കാണ് പോണത്. ശരിക്കും ഉടമ്പടിയുടെ സമവാക്യങ്ങൾ അതാണ്. ഉടമ്പടി ഒരു മരിയൻ പ്രയറായിരിക്കുമ്പോൾ തന്നെ ഒരു സമ്പൂർണമായ മരിയൻ പ്രയറാണത്. അല്ല നൊവേന പോലെയുള്ള ഭാഗികമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയല്ല. എ കംപ്ലീറ്റ് പ്രയർ, സമ്പൂർണമായ പ്രാർത്ഥന. ഇഹത്തിലും പരത്തിലും നിന്നെ നിലനിർത്തി കർത്താവിൻ്റെ കൃപയിൽ വളർത്തുന്ന നിത്യജീവൻ വരെ നിനക്ക് അവകാശമാക്കുകയും ഇക്കാലഘട്ടങ്ങളിൽ നീ അനുഭവിക്കുന്ന പദാർത്ഥമാത്രമായ പ്രതിസന്ധികളെ സുവിശേഷവിഹിതമായ മാർഗങ്ങളുടെ അതിലംഘിക്കുന്നതിന് വേണ്ടി ദൈവികമായ സൂത്രവാക്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ലുക്ക 1:34 യോഹന്നാൻ 2:3-5 വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ സാരസംഗ്രഹം, ഉടമ്പടിയുടെ സൈദ്ധാന്തികമായ പശ്ചാത്തലം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയ്ക്ക് അങ്ങയുടെ നാമത്തിലെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ വീരശക്തിയും വിശുദ്ധിയും അഭിഷേകമായി ലഭിക്കാൻ, നിത്യത വരെ മഹത്വപ്പെടാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൈവിക ഉടമ്പടിയെ, മരിയൻ ഉടമ്പടിയെ ആഴമായി ജീവിതത്തിൽ നിറവേറ്റി സുവിശേഷത്തിന്റെ സാക്ഷിയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ പൈതലിന്റെ പദവിയിൽ വളരുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശക്തിയോടെ കൃപാസനത്തിൽ 9 ഉപവാസ ധ്യാനമാണ്. 9 ഉപവാസ ധ്യാനത്തിലും നൂറുകണക്കിന് സാക്ഷികളാണ് അവിടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചത്. നമ്മുടെ ആത്മധൈര്യത്തിനായി ഏറ്റുപറയണത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഈശോ കാണിച്ചു തരണത് നടുവിൻ്റെ വേദനയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അസ്ഥി പഞ്ജരങ്ങളിലുണ്ടാകുന്ന എല്ലാ വേദനകളെയും കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും.
സന്ധിബന്ധങ്ങളിലെ വേദന, മാംസപേശികളിലെ മരവിപ്പ്, സ്പോണ്ടിലോസിസിൻ്റെ അസുഖങ്ങൾ, പിൻകഴുത്തിനൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളില്ലേ, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥകൾ, അസ്ഥി തേയ്മാനങ്ങൾ, വാതരോഗങ്ങൾ, അങ്ങനെയുള്ള വേദനപ്പാടുകളെല്ലാം നിങ്ങൾക്കിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളെ ഞാൻ വെക്കുന്നു എന്ന് പറയണം. ആ വേദനപ്പാടുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പേശിവേദനയായാലും അസ്ഥിവേദനയായാലും സന്ധിബന്ധങ്ങളുടെ വേദനയായാലും മാംസപേശികളുടെ മരവിപ്പായാലും വാതരോഗമായാലും എവിടെയെല്ലാം വേദനപ്പാടുണ്ട് അവിടെയെല്ലാം യേശുനാമത്തിൽ നിൻ്റെ കൈകളെ വെക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവ് ഒന്നും സാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവന്, ഈശോ നിനക്ക് സ്വത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ അടയാള ദൈവശക്തിയാൽ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ ആണിപ്പെടുതാർന്ന് വലത് കരത്താൽ വേദന പാടുകളെ സ്പർശിക്കണമേ. ആണിപ്പെടുതാർന്ന് വലത് കരത്താൽ വേദന പാടുകളെ സ്പർശിക്കണമേ. ഈ പ്രാർത്ഥന ഇവിടെ നിന്ന് കൂടുന്നവരെ അന്യ നാടുകളിലെ, അന്യ ജില്ലകളിലെ, അന്യ സംസ്ഥാനങ്ങളിലെ ഇതര ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ ശാരീരികമായ അസുഖങ്ങൾ, അസ്ഥിരോഗങ്ങൾ, പേശി രോഗങ്ങൾ, വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ ശരീരം ഇങ്ങനെ ഒലിക്കണ രോഗങ്ങളുണ്ട്. സ്വെല്ലിങ്, ചിലപ്പോൾ നീരായിരിക്കാം, ചിലപ്പോൾ മുഴയായിരിക്കാം, ചിലപ്പോൾ സ്രാവങ്ങളായിരിക്കാം, ചൊറി ചിരങ്ങ് പോലെ രോഗങ്ങളുണ്ട്. ചൊറി ചിരങ്ങുകൾ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ട് വരും. ഭയങ്കര ചൊറിച്ചിലും കടിയുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരും, ചിലപ്പോൾ രക്തസ്രാവ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് സ്രാവങ്ങൾ പുറത്തേക്ക് പോകുന്ന രോഗങ്ങളാകാം. അതെല്ലാം കർത്താവ് സുഖപ്പെടുത്താൻ നിങ്ങൾ ലാഘവത്തോടെ പ്രാർത്ഥിക്കരുത്. അങ്ങനെയുള്ള രോഗികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ കൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് രോഗമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. പരസ്നേഹത്തോടെ എല്ലാവരും സമർപ്പിക്കുക. കർത്താവേ, വിവിധ രോഗികൾ, ഒലിപ്പ് രോഗികൾ, വിസർപ്പ രോഗികൾ, ചൊറിച്ചിരങ്ങ രോഗികൾ, കർത്താവെ രക്ത ഒലിപ്പ്, പഴുപ്പ് ഒലിപ്പ്, കർത്താവെ അങ്ങനെ രോഗങ്ങളുള്ളവരുടെ വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങൾ യേശുനാമത്തിൽ അത്ഭുതകരമായി ഇപ്പോഴും സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 3 സൗഖ്യങ്ങൾ കാണിച്ചു തന്നു. ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ പരീക്ഷ പോലും എഴുതാൻ പറ്റത്തില്ല. കൈ ഇങ്ങനെ വേർക്കും. എവിടെയെങ്കിലും നിന്നാൽ അവിടെ കാല് വേർത്തതിൻ്റെ വെള്ളപ്പാടുകളുണ്ടാകും. നമുക്ക് ചമ്മൽ വരണ രീതിയിലാണ് കാല് വേർത്തിട്ട് അവിടെ വെള്ളം വീഴുന്നത്. അതുപോലെ തന്നെ പരീക്ഷയെന്ന് കേൾക്കുമ്പോഴും വേറെ എന്താണെന്ന് കേൾക്കുമ്പോഴും കൈ വേർത്തിട്ട് പരീക്ഷ പേപ്പറെ വേർത്ത വെള്ളം വീഴും. അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. Thank you, Jesus. Praise you, Jesus. Command you. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്നും പറയാൻ വിട്ടുപോയതാണ്. പക്ഷേ മൂക്കിൽ നിന്ന് വെറുതെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ചുമ്മാ അലർജി പോലെ ഇങ്ങനെ വെള്ളം വരും. അത് നമ്മളെങ്ങനെ നിയന്ത്രിച്ചാലും എന്തെല്ലാം മരുന്ന് കഴിച്ചാലും മൂക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒലിപ്പുണ്ടായിക്കൊണ്ടേ അതൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വീഴും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലും വീഴും. ആ വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീയുടെ ഹല്ലേലൂയ. ശ്വാസം മുട്ടുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട്. ശ്വാസം മുട്ടുന്നത് തൊട്ടാ ശ്വാസം മുട്ടും. ചിലപ്പോൾ പുക, ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ തണുപ്പ്, ചിലപ്പോൾ പൊടി, എന്ത് പരിപാടിയാണെങ്കിലും ശ്വാസം മുട്ടും. അപ്പോൾ ശ്വാസം മുട്ടുന്നവരെ നെഞ്ചത്ത് കൈവെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസം മുട്ടൽ രോഗമുള്ളവരെ ശ്വാസകോശത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൈകൾ
ശ്വാസകോശത്തിലേക്ക് വെക്കുക. വേറെ വൃക്കയുടെ അസുഖമുള്ളവരെ, കിഡ്നിയുടെ അസുഖമുള്ളവരെ കിഡ്നി പാടുകളിൽ നടുവിന് കൈകൾ വെക്കുക. അവന് നെഞ്ചിന് അസുഖമുള്ളവരെ, ഹൃദയ രോഗികൾ നെഞ്ചിൻ്റെ ഇടതുവശത്ത് കൈകൾ വെക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂടിൻ്റെ പൂട്ടിന് താഴെ കൈകൾ വെക്കുക. ഉദര രോഗികൾ ഊടിൻ്റെ അവിടെ കൈകൾ വെക്കുക. ഗർഭാശയ രോഗികൾ അടിവയറ്റി കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, നിൻ്റെ നാമത്തിൽ ഞാൻ കൈവച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളും ഈശോയുടെ നാമത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭവനരഹിതരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്തവരെ, സ്ഥലം ജപ്തി നടപടിയിൽ ആയിരിക്കുന്നവരെ, സാമ്പത്തിക കടങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുന്നവരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ ഇപ്പോൾ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ ഓ ഈശോയെ ഇപ്പോൾ സ്പർശിക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, ജപ്തി നടപടികള്, വരുമാനമാർഗം മുട്ടിയവര് കർത്താവിൻ്റെ കൃപയാൽ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതാല് കർത്താവിൻ്റെ കരുണ ലഭിക്കട്ടെ. ഹല്ലേലൂയ. ആ മേഖലയിലാണ് ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്കൊരുങ്ങുന്നവര്, ഇൻ്റർവ്യൂവിനൊരുങ്ങുന്നവര്, യോഗ്യതാ പരീക്ഷ, നൈപുണ്യ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമിക്കുന്നവര്, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന പോലെ നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള് എഴുതിയിരിക്കുന്നവരാ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാ, എഴുതാൻ പോകുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യോഗ്യതയാലല്ല, നിന്റെ കൃപയാലെന്നുള്ള വചനത്തില് വിശ്വസിച്ചുകൊണ്ട് നിന്റെ നാമത്തെ പ്രതി സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ പരീക്ഷയുടെ വിജയം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. അനേകം മക്കളുടെ മുമ്പില് കർത്താവിൻ്റെ കരുണയുടെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചിലക്കൊരു തിരഞ്ഞെടുപ്പ് കിട്ടണില്ല. എന്ത് ചെയ്യണം, നാട്ടിൽ നിൽക്കണോ പുറത്ത് പോകണോ അറിയില്ല. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇതൊന്നുമില്ലാതെ ചില വലിയ അക്കടി ചെന്ന് ചാടിയിരിക്കുന്നവരുണ്ട്. തെറ്റായ പ്രണയബന്ധം, വിശ്വാസവിരുദ്ധമായ ഇടപഴകലുകൾ, അങ്ങനെയൊക്കെയുള്ള വലിയ ദുർഘടങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്നവരുണ്ട്. തല കൊണ്ടേ വെച്ചിരിക്കുന്നവർ ഇപ്പം ജീവിക്കണ കാര്യം തന്നെ മറന്നുപോയിരിക്കുകയാണ്. പ്രാർത്ഥനയില്ല, ജീവിതമില്ല, ആകപ്പാടെ കുരുങ്ങി. അതെല്ലാം അമ്മ അഴിച്ചു മാറുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Jesus Christ, power of His Spirit. മക്കളില്ലാത്തവരെ, ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവരെ, ഇപ്പൊ കുരുമ കുരു പോലെയാണ് പ്രളയം വന്നിരിക്കുന്നത്.
കഴിഞ്ഞ കൊല്ലവും പ്രളയത്തിൽ ഒത്തിരി ആൾക്കാർക്ക് കാർഷിക നഷ്ടവും വരുമാന നഷ്ടവും ഉണ്ടായി. എന്നിട്ടും നമ്മൾക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ലക്ഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു 10,000 രൂപ 10 പ്രാവശ്യം നടന്നാൽ കിട്ടുന്ന ഒരവസ്ഥയാണ്. അവർ തന്നെ ഇന്നും ബലിയാടായി മാറിയിരിക്കുന്നത്. കടലോര മേഖലകളിലും വീട് കടലെടുത്ത് പോയ ആൾക്കാർക്ക് ഇന്നും കിടപ്പാടമില്ലാതെ അലയുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് എല്ലാവരുമുണ്ട്. പക്ഷേ എല്ലാവരും ഉണ്ടെന്ന് പറയാം, പക്ഷേ അനുഭവിക്കണവൻ ശരിക്കും അവൻ ഒറ്റപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്ത് നിന്നും ഈ ഇതുപോലെയുള്ള കലാമിറ്റീസൊക്കെ വരുമ്പോൾ ഏറ്റവും താഴെക്കിടയിൽ ഉള്ളവനാണ് ഏറ്റവും കൂടുതൽ ഇല്ലായ്മയായി പോണത്. നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ച പ്രകൃതിയുടെ മാതാവിൻ്റെ അടുത്ത് നമ്മളെ ഉടമ്പടിയെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ചെല്ലണത് അമ്മയെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായി സഭ തിരിച്ചറിയാൻ ആണ് സഭ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറയണത്. എന്നിട്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പണം ചെയ്യണം. ആ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയായതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച അനുഭവം പ്രാപിച്ചവരെ ഇവിടെ സാക്ഷ്യം പറയണത്. അതിവിടെ വരുന്നവർക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള മക്കൾക്കത് അനുഭവവേദ്യമായി ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ കിട്ടാൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഇപ്പോഴും മൗനമായി അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓർക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അച്ഛൻ ഇത് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കണ ഒത്തിരി പേരുണ്ടാകും. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. നമുക്ക് സമയപരിമിതിയുള്ള കാരണം പട്ടിക പോലെ ഇങ്ങനെ പറഞ്ഞ് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് അച്ഛൻ്റെ അനുവാദത്തോടെ ഓർക്കുക. ഇവിടെ പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നിട്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. സമാപനാശീർവാദത്തിൻ്റെ സമയമായി നഷ്ടവസ്തുക്കൾ എടുക്കുകയില്ല. ഓർക്കുക, 31 ദിവസവും നമുക്ക് ഉടമ്പടി ചെയ്യാനും ഇവിടെ സാധിക്കാം. ഇന്നും അകലെ നിന്ന് വരുന്നവർക്ക് ഇപ്പോൾ കണ്ണൂർ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഉടമ്പടി ചെയ്യാനുള്ള അവസരമുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ പലർക്കും സങ്കടമാണ്. അച്ഛാ, ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരികയാണ്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ കൊല്ലത്തു നിന്ന് വരികയാണ്, ഞങ്ങളിനി ഉടമ്പടി ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി വരണ്ടേ എന്നൊക്കെ ചോദിക്കും. ഒരു ദിവസവും പോകും, അത്രയും കാശും പോകും. അപ്പം അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചപ്പോൾ ഞാനത് കർത്താവിൻ്റെ തിരുസേനയെ പ്രാർത്ഥനയ്ക്ക് വെച്ചു. കാര്യം എനിക്ക് മനസ്സുകൊണ്ട് ഇന്ന് ഉടമ്പടി ചെയ്യുന്നതോട് താല്പര്യമില്ല എന്ന് പറയാൻ കാര്യം,
ഉടമ്പടി ഒരു ഭയങ്കര പ്രാർത്ഥനയാണ്. അതിന് നല്ല ക്ലാസ്സെല്ലാം കിട്ടിയാൽ മാത്രമേ, നല്ല ക്ലാസ്സും കൗൺസിലിംഗ് കിട്ടിയാൽ മാത്രമേ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ജനങ്ങൾ പറയണത് അതിനേക്കാൾ ഗൗരവതരമായ പ്രശ്നം. അവിടെ ഒരു ദിവസം പോകും, അത്രയും കാശും പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ ഉടമ്പടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2:30 പ്രാർത്ഥന തീർന്നാൽ 3 മണിയാകുമ്പോൾ ഉടമ്പടി തുടങ്ങും. 5 മണി വരെ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാവുന്നതാണ്. ഉടമ്പടി ചെയ്യാത്തവർക്ക് 5 മണി വരെ ഉടമ്പടി ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾ അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. ഇന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്കാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് ഇന്ന് അച്ഛനെ കാണാനുള്ള, പത്രത്തിൽ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത് അച്ഛനെ കാണാനുള്ള അവസരങ്ങളുള്ളത്. അല്ല, അച്ഛനെ ഏതായാലും സ്റ്റേജിൻ്റെ വാതിക്കലുണ്ടാവും 3 മണി തൊട്ട്. ഇപ്പം 4 പ്രാവശ്യം പുതുക്കിയവരെയാണ് ആദ്യം കാണുന്നത്, പിന്നെ 3 പ്രാവശ്യം പുതുക്കിയവർ. ഇന്ന് പുതുക്കിയവരൊന്നും ഓടി വന്നേക്കരുത്, കാരണം ഞാൻ ഡേറ്റ് നോക്കിയാണ് എടുക്കണത്. അച്ഛനെ കാണാൻ വേണ്ടി പോയി പുതുക്കുകയൊന്നും ചെയ്യരുത്. കാര്യം അച്ഛനെ കാണുന്നത് ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് വെക്കുന്നവർക്കാണ് ഈ പ്രാർത്ഥന താമസിക്കണത്. രോഗികളെല്ലാവരെയും ഞാൻ എപ്പോഴും കാണാം. അതിന് ഉടമ്പടിയൊന്നും എടുക്കണമെന്ന് പോലും ഇല്ല. കടുത്ത രോഗികളാണെങ്കിൽ പറ്റുന്നുണ്ട്, എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന അത്രയും സമയം ഞാൻ ആൾക്കാരെ കാണും. അതെല്ലാ 9 പ്രാർത്ഥനയ്ക്കും 3 മണി തൊട്ട് 4:30 മണി വരെ കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ എല്ലാവരെയും കാണും. അവിടെയും കുറേ ആൾക്കാർ പറ്റിപ്പ് രോഗികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, അച്ഛൻ കാണുമെന്ന് ചെയ്തിട്ട് 4 മണിക്ക് ഓടി വന്ന് തല കാണിച്ചും പോകും. അങ്ങനെയൊക്കെ തരികിട പരിപാടിയൊന്നും കർത്താവിൻ്റെ അടുത്ത് കാണുമ്പോൾ പിന്നെ ഇരട്ടി രോഗമായിട്ടാണ് തിരിച്ചു പോകും. എന്തിനാണ് ദൈവത്തിനെ പരീക്ഷിക്കണത്? അതൊരു വിശ്വാസമില്ലാത്ത ഒരു പരിപാടിയാണ്. അപ്പം ഇന്ന് തന്നെയാണെങ്കിലും ഞാൻ എപ്പോഴും ചോദിക്കും, നിങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന കൂടിയോന്ന് ചോദിക്കും. കൂടി കാണത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം പ്രാർത്ഥന കൂടുന്നത് ഉടമ്പടി എടുത്തിട്ട് പോലും അവർക്ക് ആ കൃപ കിട്ടിയിട്ടില്ലെന്നല്ലേ. അപ്പം അച്ഛനെ കണ്ട എന്ത് പെട്ടെന്ന് ഷോർട്ട് കട്ടിൽ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ ദൈവം കൂടി അനുവദിക്കേണ്ടത്. നമ്മുടെ ആത്മാർത്ഥതയാണ് ഇതിനെല്ലാത്തിൻ്റെയും വിഷയമാണ്. അത് നമ്മൾ ആത്മാർത്ഥത ദൈവത്തോടുണ്ടെങ്കിൽ ചില കൺഫ്യൂഷൻസ് വരുമ്പോൾ മാത്രമേ അച്ഛനെ കാണേണ്ട കാര്യമുള്ളൂ. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കൺഫ്യൂഷൻസ് വരുമ്പോൾ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോകണം, കാനഡയിൽ പോകണം, ജോബ് വിസ മതിയ, അതാ എഡ്യൂക്കേഷനും കൂടി വെക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വരണത്. ഇതിപ്പോൾ ആവശ്യമില്ലാത്തവരും വന്ന് കാണുന്നുണ്ട്. അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആവശ്യമുള്ളവന് കിട്ടണമില്ല, അങ്ങനെയൊക്കെ വരുന്നത്. അത്യാവശ്യക്കാരന് കിട്ടണില്ല, ആവശ്യമില്ലാത്തവന് ഇടിച്ച് കയറി. പിന്നെ അവനെന്താ ഉദ്ദേശിക്കണത്? അതോടുകൂടി അവൻ ഉടമ്പടി ഉഴപ്പും. അത് നമുക്ക് നാളെ കാണാൻ പറയാം, ഇത് ഉടമ്പടിയാണെന്ന്. കാര്യം ഉടമ്പടി കറക്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് ഇല്ലല്ലോ, കർത്താവല്ലേ അത് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും അച്ഛനെ പബ്ലിക്കിനെ കണ്ടാലും ആദ്യം ചെയ്യണത് 4 പ്രാവശ്യം പുതുക്കിയവർ ആദ്യം കാണാം. കാര്യം അവർ 1 കൊല്ലമായില്ലേ. പിന്നെ 3 പ്രാവശ്യം പുതുക്കിയവർ, പിന്നെ സമയമുണ്ടെങ്കിൽ 2 പ്രാവശ്യം പുതുക്കിയവരെ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം. നിങ്ങളെ ഉടമ്പടി തന്നെ കൃത്യമായിട്ട് ചെയ്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അച്ഛനുമായി ഡിസ്കസ് ചെയ്യുന്ന രീതി കൊണ്ടുവരണം. കാര്യം ഓരോ ദിവസവും എന്തുമാത്രം 100 കണക്കിന് ആൾക്കാർ ഉടമ്പടി ചെയ്യണില്ലേ. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഉടമ്പടിയിലെ 6 കാര്യം. ഇപ്പോൾ ഉടമ്പടിയിലെ പത്രം, ഈ ഉടമ്പടിയിലെ പത്രം നമ്മൾ എന്തിനാണ് പുറത്ത് വിടണത്? അത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈശോനെ അറിയാത്തവരറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം. അതിനാണ് നമ്മൾ പ്രേക്ഷിത പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്നത്. ദൈവത്തോട് നമ്മൾ കൃപാസനത്തിന് ഒരാത്മാർത്ഥതയുണ്ട്. അതുപോലെയുള്ള ആത്മാർത്ഥത നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കും സാക്ഷിയാകാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിനൊരു പഞ്ഞവുമില്ല. ദൈവം മുമ്പത്തേക്കാളും ഇപ്പോഴ് സുതാര്യവും ഭയങ്കരമായ രീതിയിൽ എല്ലാ മേഖലകളിലുമല്ലേ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഇടപെടുന്നത്.
ഇന്നലെ കുബേരയിൽ ചതി കിട്ടിയൊരു അപ്പൻ സാക്ഷ്യം പറഞ്ഞത് കേട്ട് ഞാനോർത്ത് ദൈവമേ, കുബേരയെ പോലും കർത്താവ് ഇടപെടുകയാണ്. ഇടപെടാത്ത ഒരു വിഷയമില്ല. ശരിക്കും കയ്യിൽ നിന്ന് വിട്ടുപോയതാണെന്നൊക്കെ വിചാരിക്കണമൊക്കെയാണ് തിരിച്ചു കൊണ്ടുവന്ന് തന്നെ. പക്ഷേ സാക്ഷ്യം പറഞ്ഞവരൊക്കെ ഇനി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഓർമ്മയെ ജീവിക്കണം. എല്ലാ പത്രവും ഉണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തെലുങ്ക്. ആ പത്രമൊക്കെ ആ നാട്ടിലൊക്കെ പോണവർ ആ പത്രം അതാത് ഭാഷയുടെ പത്രമാണ് വാങ്ങിക്കണത്. അടുത്ത മാസം മുതൽ മറാഠി പത്രവും ഉണ്ടാവും. അവരവരുടെ ഭാഷയിൽ ഈശോനെ ഉടമ്പടി ദൈവം ഇവിടെ മാത്രമാണ് തന്നുകൊണ്ട് നമുക്ക് എല്ലാവരെയും അറിയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുവഴി വിശുദ്ധീകരണവും ശക്തീകരണവും സംഭവിക്കാൻ. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എപ്പോഴും ഓരോ വചന പ്രഘോഷണം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ മതി, ഒരു മാസം ഉടമ്പടിയിൽ ഇരിക്കുന്ന കാലത്ത് മാത്രം. ബാക്കി 5 പ്രാർത്ഥന, ഒന്ന് ഷാലോൺ ടി വിയിലും അല്ലെങ്കിൽ ഗുഡ്നസ് ടി വിയിലും ഉടമ്പടി ധ്യാനമുണ്ട്. ബാക്കി 4 പ്രാർത്ഥന യൂട്യൂബിലോ ഫേസ്ബുക്കിലാണ് കൂടേണ്ടത്. 6 കാര്യങ്ങൾ വെക്കുമ്പോൾ 6 ആവശ്യങ്ങൾക്ക് 6 പ്രാർത്ഥനയാണ് നമ്മൾ ഒരു മാസം കൂടേണ്ടത്. ഒരെണ്ണം ഷാലോൺ ടി വിയിലെ ഗുഡ്നസ് ടി വിയിലെ കൂടാം, ഒരെണ്ണം ഇവിടെ കൂടാം. ബാക്കി 4 യൂട്യൂബിലും ഫേസ്ബുക്കിലുമാണ് കൂടേണ്ടത്. അപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ മെത്തേഡുകളും സ്റ്റെപ്സുകളെല്ലാം നമ്മുടെ പത്രത്തിലുണ്ട്. പത്രം നോക്കിയെടുത്തിട്ട് യൂട്യൂബ് ഈസിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. യൂട്യൂബ് ഈസിയായി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടുന്നതാണ്. ഒരു ചേച്ചി പറഞ്ഞില്ലേ സാക്ഷ്യത്തിലെ, സീന എന്താ പറഞ്ഞത്, അവർ ലൈറ്റക്കാൻ പേർ റിക്വസ്റ്റ് ഇട്ടത് എന്തിനായിട്ടത്? അവരുടെ കൂട്ടുകാരൻ്റെ അവരുടെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ ജയിലിലായപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജ്യത്തിരുന്നുകൊണ്ടാണ് അവർ അന്യരാജ്യങ്ങളിരുന്നുകൊണ്ട് ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോർക്കും അതെങ്ങനെയാണ് എത്ര പെട്ടെന്ന് ആൾക്കാരെ അടയാളം പറയണമെന്ന്, സൗഖ്യം കിട്ടണത്, അത് ജയിലിൽ നിന്ന് മോചിതമാകണം എങ്ങനെയാണ് അത് കൃപാസനത്തിൻ്റെ ഈടിവ് പ്രേയറിലാണ്. ഞങ്ങൾ 50 ലക്ഷം ജപമാലയാണ് നമ്മൾ ജപമാല റാലിക്ക് പ്രാർത്ഥിക്കണത് ഒരു വർഷം. ഇവിടെ നടക്കുന്ന പ്രാർത്ഥന കൂടാതെ 50 ലക്ഷം. കാരണം കഴിഞ്ഞ കൊല്ലം 37,000 പേരാണ് ജപമാല റാലിക്ക് ഉണ്ടായത്. അത് ഈ പ്രാവശ്യം 50 കൂടിയൊക്കെ. ആ ജപമാല അത് ഒരു കാര്യം ഇൻറ്റൻഷൻ വെച്ചിട്ടില്ല. എന്തിനാണ്? അത് ഈ ലൈറ്റ് ക്യാൻഡിൽ പോലെയുള്ള അന്യരാജ്യങ്ങളിരുന്നുകൊണ്ട് പേരൊക്കെ ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണത്. കൃപാസനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരെ കൃപാസന അമ്മ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ആ വിളി കേട്ട് അനുഗ്രഹം കിട്ടണത് എന്താ? 10,000ങ്ങളും ലക്ഷങ്ങളും പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന ജപമാലയുടെ മഹാധനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ലൈറ്റക്കാൻ്റെ പെരക്വസ്റ്റ് ഇടാൻ പറയുന്നത്. എന്താ കാര്യം? ഇടുമ്പോൾ അനുഗ്രഹം കിട്ടുന്ന കാര്യം ഈ കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധന മാത്രമില്ല. നമ്മളിപ്പോൾ ഒക്ടോബർ മാസമാണ്, 26-ാം തീയതിയാണ് ഈ വർഷത്തെ ജപമാല റാലി. ഇപ്പം തന്നെ പോയി അവിടെ ബ്ലോക്ക് ചെയ്യണം, നിങ്ങളുടെ കലണ്ടറിൽ ബ്ലോക്ക് ചെയ്യണം. ഡൽഹി, ഹൈദരാബാദ്, ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ അവിടെയൊക്കെ ഉള്ളവർ ഈ ദിവസങ്ങളിൽ ട്രെയിൻ ബുക്ക് ചെയ്യണം, തിരിച്ചു പോകാൻ ഉൾപ്പെടെ. ഇപ്പോൾ പ്ലെയിനിൽ വന്നവരുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്താൽ കുറേ പൈസ കുറഞ്ഞു കിട്ടും. ഞാനിതൊക്കെ ലൈവിൽ പറയണം, നിങ്ങൾ മാത്രം കേൾക്കാനല്ല ഈ പറയണത്, ലോകം മുഴുവൻ ആൾക്കാർ. ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും ഇനി നമ്മൾ പത്രം കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി കൃപാസനം പത്രം റീച്ച് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇനി നമ്മൾ ആ ഹോസ്പിറ്റൽ മിഷൻ്റെ പ്രേക്ഷിതർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കും. ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ അവരുടെ അനുവാദം കൊണ്ട് നിങ്ങൾക്ക് പത്രം കൊടുക്കാം. മാത്രമേ ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയാനുള്ളൂ. ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ അവിടെ അനുവാദമുണ്ട് നിങ്ങൾക്ക് രോഗികൾക്ക് കയറി പത്രം കൊടുക്കാം. മറ്റു സ്ഥലങ്ങളിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഹോസ്പിറ്റൽ മിഷനുള്ളവർക്ക് പ്രേക്ഷിത പ്രവർത്തനമാണത്. അത് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അവർക്ക് അലോസരം ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കാവുന്നതാണ്. അവിടെ കൂട്ടായ്മ
3 മണി ആകുമ്പോൾ അവിടെ കൂട്ടായ്മ സ്റ്റേജിൻ്റെ വാതിക്കലുണ്ടാകും. പ്രേക്ഷിതരുടെ കൂട്ടായ്മ. ഇപ്പോൾ നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit. Firefinger socket the precious. And the authority of the Catholic Church with the power of Jesus. With the baptism of Holy Priesthood, I bless the Holy Spirit, those children of grace and peace and power. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഇന്ന് മരിയൻ കൃപാഭിഷേക ധ്യാനം താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ്. നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത മാസത്തേക്കുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. വെറുതെ ബുക്ക് ചെയ്യാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ സീരിയസ് ആണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഹാഫ് പേയ്മെൻറ്റ് നടത്തി മാത്രമേ ബുക്കിംഗ് സ്വീകരിക്കത്തുള്ളൂ. വരുന്നവരെ കൃത്യമായ രേഖകൾ ഉണ്ടാകണം. ആധാർ കാർഡ്. സമാപന ആശീർവാദം. രണ്ട് കൈകൾ ഉയർത്തി സ്വരമേറ്റ് വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ